ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. മുത്തു 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 എന്തോന്നാടാ ഇവിടെ ഇത്ര വലിയൊരു നാറ്റം? ഇത് സഹിക്കാൻ വയ്യ. അത് എനിക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാണ് വെച്ചമ്മ. അയ്യോ, ഞാൻ വിചാരിച്ചു നീ വല്ല കരിവാട് കൊണ്ട് അടുപ്പത്ത് വെച്ചത്. തലയിലുള്ള എണ്ണയോ? ആണോ? ഒരു കാര്യം ചെയ്യും, അത് വല്ല പറമ്പിലും കൊണ്ട് അടുപ്പ് കൂട്ടി കാച്ച്. അതെ, എനിക്ക് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. എന്താ വെറുതെ നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കാതെ മുത്തു. കൊച്ചമ്മ കണ്ട, ഇവിടെയൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. ചെറുതായിട്ട് മുടി കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നിന്റെ മുടി ഒഴിച്ചില്ലല്ലോ, ഇവിടെ ആൾക്കാർ വരുമ്പോ നാറിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തോ ചെയ്യും? റൂം ഫ്രഷ്നറും തീർന്നുമില്ല. ഞാൻ ഇന്ന് വാങ്ങിക്കാൻ വേണം. ഇനിയിപ്പം റൂം ഫ്രഷ്നർ തീർന്നോ? തീർന്നു. ഞാനേ പുറത്തു പോകുമ്പോ അത് അടിച്ചോണ്ടാണല്ലോ പുറത്തു പോകുന്നത്. പിന്നെ മീനിന് നല്ല നാറ്റം ഉണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് ഇങ്ങനെ വീശിയടിക്കും. മീനിന് നാറ്റം ഉണ്ടെങ്കിൽ റൂം ഫ്രഷ്നർ അടിക്കും. ചുമ്മാതല്ലടാ നിന്റെ മീൻ കറി കൂട്ടിയിട്ട് ചിലപ്പോ വയറിളകുന്നത്. ഈശ്വര, അതേ മനുഷ്യരെ കൊല്ലല്ലേ. അല്ല, ഈ ഗസ്റ്റുകൾ ആരാണ് കൊച്ചമ്മ? അതൊക്കെ സാഹിത്യ അക്കാദമി എന്നുള്ള ആൾക്കാര്. നിന്റെ കുട്ടി കണാകുണ വർത്താനം പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരൊക്കെ വരുമ്പോ ഭയഭക്തി ബഹുമാനത്തോടെ അന്തസ്സായിട്ട് പെരുമാറിയേക്കണം. ഞാൻ അങ്ങനെയല്ലേ പെരുമാറുള്ളൂ. ഒന്നാമത് എന്റെ ആൾക്കാരല്ലേ, സാഹിത്യ ആൾക്കാർ. അയ്യോ, അവര് വന്നെന്ന് തോന്നുന്നു. ഓ ചേട്ടാ, ഈ നാറ്റത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തെങ്കിലും ചെയ്യാം. ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം. മര്യാദക്കൊക്കെ സംസാരിക്കണേ. ഓ ആ എന്തോ നമസ്കാരം. നമോ ഭാഗം. നിങ്ങൾ ത്രിമൂർത്തികൾ ഇവിടുത്തെ സുഹാസിനി അമ്മ അവരുടെ മുഖം കാണിക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ. മേടാകത്തുണ്ടോ? അമ്മ ശൗചാലയത്തിലാണ്. അകത്തേക്ക് കയറിയാൽ നിങ്ങൾ മൂന്നുപേരുടെയും ആസനം ഉറപ്പിക്കാമായിരുന്നു. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഭാഷ എന്ന് പറയുന്നത് സാഹിത്യത്തിന്റെ മഹാപ്രളയമായിരിക്കും. മേഡത്തിന്റെ ആരാണ് നിങ്ങൾ? പുത്രസമം എന്ന് തന്നെ കൂട്ടിക്കൊള്ളു. വന്നൂല്ലോ. അല്ല, ഇതൊക്കെ ആരാ? നമ്മുടെ അമ്മയെ മുഖം കാണിക്കാൻ വന്നതാ. നമ്മുടെ അമ്മേ? അല്ല, കൊച്ചമ്മയെ മുഖം കാണിക്കാൻ വന്നതാണ് ഇവർ. എന്തിനാ? ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ നിന്ന് വന്നതാണ് മാഡത്തിന് ഒരു ഫംഗ്ഷൻ ക്ഷണിക്കാൻ. ഓ, ഹായ്. വരണം. എന്തോണാ ചായ എടുക്ക. പുള്ളി ആരാ? പുത്രസമം കുക്ക്. നിങ്ങൾ വരണം. ആയിക്കോട്ടെ. ഇത് നശിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു സാഹിത്യ അവാർഡ് നേടിയെടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുക്കാണത്രേ, കുക്കും. മുത്തണ ചായ എടുക്ക. എടുക്കുമല്ലോ, എപ്പോഴെപ്പോഴും പറയുന്നുണ്ട്. ഇതാ വരുന്നേ. നമോ ഭാഗം. നമസ്കാരം മാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇരിക്കും. നല്ല വിശേഷം. മാഡത്തിന് സുഖം തന്നെയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചില സന്തോഷങ്ങളുണ്ട്. അമ്മ, ഞാൻ ഇറങ്ങട്ടാ. ഇവരൊക്കെ മരുമക്കളായിരിക്കും അല്ലേ മാം? അതെ, ഇത് മൂത്തവന്റെ ഭാര്യ, ഇത് ഇളയാളുടെ ഭാര്യ. സുരഭിയെ അറിയാം. അച്ചറ കമ്പനിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂട്ടിപ്പോയല്ലേ? പൂട്ടിയത് അല്ല, ഇനി നല്ല രീതിയിൽ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. തുടങ്ങണം. വീട്ടിലെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ്. ആണോ? തുടങ്ങും. ശരി, പോട്ടമ്മ. അപ്പൊ ഇനി എന്താ പരിപാടി? മാഡം, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് ഫംഗ്ഷന് വിളിക്കാനാ ഞങ്ങൾ വന്നത്. അയ്യോ, നാളെ തിരക്ക് പിടിച്ച ദിവസമാണല്ലോ. മാഡത്തിന്റെ തിരക്ക് നമുക്കറിയാം. പക്ഷെ മാഡം എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ ഫംഗ്ഷൻ. അല്ല, എന്ത് ബുദ്ധിമുട്ട്? അമ്മയ്ക്ക് പ്രത്യേകിച്ച് വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ നാളെ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, എനിക്ക് ഓഫീസിൽ പോകാൻ റെഡി. അപ്പോ നാളെ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മാഡത്തിന് വരാമല്ലോ അല്ലേ? നോക്കാം. മാഡം നോക്കിയാൽ മാത്രം പോരാ, മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതാ ഇത്ര പെട്ടെന്ന്. അതാ പറഞ്ഞേ. ഇനി എന്റെ ചായ മോന്തിക്കൊണ്ട് ഇരിക്കാം. കാരണം എന്റെ കവിത പോലെ തന്നെ സ്വാദിഷ്ടമാണ് എന്റെ ചായ. പിന്നെ ഞാന് എൻ്റെ ഒരു ചായപ്പാട്ട് പാടാം. അത് കേട്ട് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ സാഹിത്യ അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് ഇപ്പൊ തന്നെ തീരുമാനമാകും. ചായേ ചായേ നീ ചാരും മൂട്ടിലെ ചായക്കടയിൽ വരുമോ?
വരുമോ? ആ ശരി, അത് വരാം. അപ്പൊ തൽക്കാലം നീ ഒരു വീട്ടത്തൊക്കെ മതി. എന്നാ പിന്നെ ചായ കുടിച്ചാട്ടെ, എന്നിട്ട് പിരിയാവല്ലോ. അപ്പൊ നമുക്ക് എനിക്ക് ഒരു ശക്കല പണിയും കൂടെ ബാക്കിയുണ്ട്. ആ കവിതയുടെ ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു. എന്തോ? അല്ല ചായയുടെ അല്ല, ചായയുടെ ബാക്കി നമുക്ക് പറയാൻ സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇനിയിപ്പൊ അവര് ചായ കുടിക്കട്ടെ. ശരി മാഡം. ആ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ചില ജോലിയും കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ടാ. ഓക്കെ. ശരി എന്നാ. ശരി ശരി. കൊച്ചമ്മ ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? എഴുതി അങ്ങോട്ട് അയക്ക്. നിനക്ക് എന്താണ് കുഴപ്പം? ആരെങ്കിലും വരുമ്പോ ചാരുമൂട്ടി ചായക്കട നടത്തിയ കഥയും പറഞ്ഞോണ്ടിരിക്കുക. ഇവനെന്താണ് ഈശ്വര? ഓ, എന്റെ കവിതയ്ക്ക് ഇത്ര അപമാനം വരാൻ പാടില്ലായിരുന്നു. വല്ലാത്ത അപമാനമായി. ചാരുമൂടെന്ന് പറയണ്ടായിരുന്നു, നെടുമങ്ങാടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വേണ്ട. നീ ഇതെവിടെ പോണു? എവിടെ പോണില്ല. പിന്നെ തുണിയൊക്കെ എടുത്തെടുക്കണ? ഞാൻ എന്റെ തുണിയൊക്കെ ചാരിറ്റിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. പാവങ്ങൾക്കൊക്കെ ഈ തുണികൾ കിട്ടുമ്പോ എന്തൊരു സന്തോഷമായിരിക്കും. ചാരിറ്റിക്ക് കൊടുക്കണൊക്കെ നല്ലത് തന്നെ, പക്ഷെ എല്ലാം കൂടെ എടുത്തു കൊടുത്താ നീ പിന്നെ എന്തോ നിടും? പ്രശോഭേട്ടൻ എനിക്ക് വേറെ വാങ്ങിച്ചു തരും. എടി ഇതിന്റെ പേര് ചാരിറ്റി എന്നല്ല, ചീറ്റിംഗ് എന്നാ. മനസ്സിലായില്ല. എടി പാവപ്പെട്ടവർക്ക് ഡ്രസ് കൊടുക്കുന്ന എന്ന വ്യാജേന എന്നെ ഉപദ്രവിക്കണം. എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഉള്ളൂ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെ ചുമ്മാ തളർത്താൻ നിൽക്കുക, അതൊന്ന് പ്രോത്സാഹിപ്പിക്കും പ്രശോഭേട്ട. എന്റെ പൊന്ന് ലക്ഷ്മി, നീ ഡ്രസ് എടുക്കാൻ പോകുമ്പോഴേ ഞാനാണ് തളരണം. സാരില്ല, എപ്പോഴും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ താഴെ എന്തോ സംസാരമൊക്കെ കേട്ടോ. ആരാ വന്നേ? അത് മറ്റേ സാഹിത്യ അക്കാദമി എന്നുള്ളവർ വന്നതാ. ആ. അവർക്ക് നാളെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, അതിന് അമ്മയും കൂടെ വരണോ. മന്ത്രിമാരൊക്കെ ഉള്ളതാ. ഓ, അപ്പൊ ഭയങ്കര വലിയ ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. പിന്നല്ലാതെ. പ്രശോഭേട്ടൻ ഇന്നേ വരെ എന്തെങ്കിലും ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. അതെന്താ? എല്ലാരും വിളിച്ചിട്ടില്ല. എന്താ വിളിക്കാത്തെ? അവർക്കൊക്കെ അമ്മയെ പോര്, നമ്മളെന്തിന്? എന്നാ അതല്ല, ഈ വരുന്നവർക്ക് ആർക്കും പ്രശോഭേട്ടൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ആയിരിക്കാം. ആയിരിക്കാം എന്നല്ല, ആണ്. എന്റെ പ്രശോഭേട്ട ഇങ്ങനെ ഐഡന്റിറ്റി ഇല്ലാതെ എത്ര കാലം ജീവിക്കും? എടി നീ എന്തോന്നൊക്കെ ഈ പറയണത്? ഞാൻ ഓഫീസിൽ പോകാൻ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ നേരത്ത് ഓഫീസിൽ പോകുന്നെന്ന് പറഞ്ഞ് തിരക്കിട്ട് പോകാതെ. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നേ. എന്നാ പറ. എന്റെ പ്രശോഭേട്ട, നിങ്ങൾ ഇങ്ങനെ എല്ലും മുറിയെ പണിതെടുത്തിട്ട് എന്താണ് അമ്മയുടെ തിരിച്ചു കിട്ടുന്നത്? കുറേ വഴക്കുകളും കുത്തുവാക്കുകളും മാത്രം. എന്തേലും ഒരു അപ്രിസിയേഷൻ ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ പോട്ടെ, ഈ നാട്ടുകാരുടെ ഇടയിൽ പോലും പ്രശോഭേട്ടന് പുല്ല് വിലയാ. അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല, അങ്ങനൊക്കെ തന്നെയാണ്. ഒന്ന് ഇറങ്ങി സ്വയം അന്വേഷിച്ച് നോക്കുക, അപ്പൊ അറിയാം. ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും വിചാരം അമ്മ മാത്രമാണ് ഈ കമ്പനി നടത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാ. പ്രശോഭേട്ടന് ഇവിടെ ആർക്കും അറിയില്ല. നമ്മളൊക്കെ ഇവിടെ കുറച്ച് മനുഷ്യര് അമ്മയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നു എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇപ്പൊ എന്തോന്നാണ് പറഞ്ഞു വരുന്നത്? നമുക്കും വേണം വില. നമ്മളെയും തെരഞ്ഞ് ആരെങ്കിലും ഒക്കെ ഇവിടെ വരണം. ഇന്നലെ കമ്പനി തുടങ്ങിയ സുരഭിയെ വരെ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യും. അവളെ തിരക്കി ഇവിടെ ആള് വരുന്നുണ്ട്. പക്ഷെ പ്രശോഭേട്ടന് ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയില്ല. ഇങ്ങനെ തന്നെ ജീവിച്ചു തീർത്ത ജീവിതത്തിന് എന്തർത്ഥമാണ് പ്രശോഭേട്ട? അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കും. എപ്പോഴത്തെയും പോലെ മിണ്ടാട്ടുമില്ല. ആ, എന്തേലും ചെയ്യട്ടെ, പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പ്രശോഭേട്ടനെ ഇവിടെ ഒരു പട്ടി കുഞ്ഞിനും അറിയത്തില്ല. ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു തീർത്ത ഈ ജീവിതത്തിന് എന്താണ് അർത്ഥം പ്രശോഭേട്ട? അതുകൊണ്ട് ആലോചിക്കുക. കാണാൻ പറ്റുന്നില്ല, മാറും. അണ്ണാ, സിർവി പിക്കിൾസിനെ പറ്റിയേ എല്ലാവർക്കും ഇപ്പോഴും ഭയങ്കര എന്താ പറയണ്ട, അതിനെ പറ്റി സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അറിയാം.
അതുകൊണ്ടാണല്ലോ തന്റെ അടുത്ത് കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇന്ന് അവരൊക്കെ വന്നപ്പോഴേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസമായി. ആര്? അമ്മയെ കാണാൻ വേണ്ടിയിട്ടേ കുറച്ചു പേര് ഇവിടെ വന്നായിരുന്നു, ഏതൊരു പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും താൻ ആ കമ്പനി നല്ല രീതിയിൽ ലൈവാക്കി എടുക്കും, സെറ്റാക്ക്. പ്രതീക്ഷ, എന്തോ ഏട്ടാ? ഈ ചന്ദ്രഹാസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസേ പെട്ടെന്ന് പൊട്ടി ഉണ്ടായതൊന്നുമല്ല. ശരി, അതിന്റെ പുറകെ എന്റെ അധ്വാനവും കൂടെ ഉണ്ട്. ഓക്കെ. ഇവിടെ എത്ര ദിവസം ഞാൻ ഉണ്ണാതെയും തിന്നാതെയും കിടന്നിട്ടാണെന്നാ കമ്പനി ഈ ലെവലിൽ എത്തിച്ചത്. ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്റെ അടുത്ത് പറയണേ? ഇതൊക്കെ എല്ലാരും മനസ്സിലാക്കണം, അതുകൊണ്ടാ പറഞ്ഞ. പ്രക്ഷോഭം എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചാടിയിട്ട് പോയത്? ചേട്ടൻ ഈ പറഞ്ഞ ടോപ്പിക് ഇല്ലേ, ഈ വീട്ടിൽ വേറെ ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും പറഞ്ഞൊന്നുമില്ല. ഇനി ചിലപ്പോഴേ അണ്ണ ഇനി തുണിമില്ലിൽ പോയത് ഇഷ്ടപ്പെട്ടില്ലേ? ആ, തുണിമില്ലിൽ ഇഷ്ടപ്പെട്ട് ഞാൻ പോകുന്നതല്ലോ, ഇവരെല്ലാം കൂടെ പാക്ക് ചെയ്തല്ലേ അങ്ങോട്ട്. അതും ശരി തന്നെ അണ്ണ. പിന്നെ എന്തോന്ന് ചുമ്മാ ഇങ്ങനെ ചാടിയിട്ട് പോയത്? എന്തായാലും ആവട്ടെ. സുരഭി, ഞാൻ ഇറങ്ങുവാണ്. നീ വരുവാണെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരാം. ഞാൻ വരുന്നുണ്ട്, നിക്ക്. സുരഭി, ഓ ഞാൻ മുടിയിട്ട് തരണം. വേണ്ട. എന്നാ പിന്നെ ഞാൻ താഴോട്ട് നിൽക്കാം. പെട്ടെന്നോ. പെട്ടെന്ന് പോയോ? ഓ 1 2 എനിക്ക് ഇവിടെ എണ്ണി കളിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് വിളമ്പ്. എനിക്ക് ഓഫീസിൽ പോകാനുള്ളല്ലേ. 2 കയ്യല്ലേ ഉള്ളൂ കുഞ്ഞേ. ഞാനും ഈ 2 കൈ വെച്ച് തന്നെ ഇവിടെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. കൈ കൊണ്ടാണോ ഓടുന്നത്? കാലുകൊണ്ടല്ലേ ഓടുന്നത്? ഞാൻ ചിലപ്പോ തല കുത്തി ഓടിന്നിരിക്കും. പെട്ടെന്ന് വിളമ്പടോ. അപ്പൊ തലയിലെ മുടിയെല്ലാം കൂടെ പൊഴിയൂലേ? തന്റെ ഡ്യൂട്ടി അങ്ങോട്ട് ചെയ്തോണ്ടാ മതി. ഓ ഓ, എന്റെ അടുത്തുള്ള ദേശാലി തീർക്കല്ലേ. ഇരിക്കണം കൊച്ചമ്മ. ഓ എന്റെ പ്രശോഭ, ദേ കാര്യമൊക്കെ ഇരിക്കട്ടെ, മതിയടാ. നാളെ പോയി ആട്ടാ വക്കീലിനെ കാണണം. അങ്ങേരണ്ടാ ഹോട്ടലിന്റെ ഇതൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടില്ലേ ലീസിനെടുക്കുന്നത്? ആ, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്തോളാം. അല്ലെങ്കിലും എന്റെ പണിയൊക്കെ ഞാൻ തന്നെയല്ലോ ചെയ്യേണ്ടത്. എന്തോന്ന്? എനിക്ക് മതി. ആ, കഴിച്ചില്ല. മതിയെങ്കി വേഗം പോ. മതിയായിരിക്കും, പോട്ടെ. ഇവരെന്തുവാടാ കുഴപ്പം? എനിക്ക് അറിഞ്ഞുകൂടാ കൊച്ചമ്മ, എന്റെ അടുത്തും കുറെ ദേഷ്യപ്പെട്ടു. നീയേ ആണ്ടാ ചായക്കകത്ത് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തോ പഞ്ചസാരയ്ക്ക് പകരം? എന്റെ അമ്മയാണ് അമ്മമ്മേണോ ഇട്ടില്ലേ? ഓ, നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനൊക്കെ അമ്മയാണെന്ന് പറയാതെ ആ പാവം പിടിച്ച കളവി അവിടെ സുഖമായിട്ടിരിക്കട്ടെ. അങ്ങനെന്നുണ്ടെങ്കിൽ അമ്മമ്മയെ കൊണ്ടാണ് ഇടാം. അമ്മ മരിച്ചില്ല, അപ്പൊ തുമ്മൂല. അയ്യോ, നല്ല കൊച്ചുപോൻ, എന്തൊരു മനസ്സ്. അയ്യ. ആ, ആ, കഴിക്കാൻ തുടങ്ങിയോ? ആ പ്രതീക്ഷേ, എന്തുവാണോ നിങ്ങൾ തമ്മിൽ വല്ല അടി വല്ലതും ഉണ്ടായോ? അവനെന്തോ ഈ തുള്ളിച്ചാടി ദേഷ്യത്തിൽ ഇറങ്ങി പോയത്? മോളില് എന്റെ റൂമിൽ ചേട്ടൻ വന്നിട്ട് വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്നു. അത് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ അതാ അവസ്ഥ. അവനെന്തോ പ്രശ്നം? എനിക്കൊന്നും പിടിയിട്ടുന്നില്ലേ എന്റെ പൊന്നു കൊച്ചമ്മ. എന്ത് ചെയ്യുമെന്ന് പറയണേ. ആ ലക്ഷ്മി, എന്താ പ്രശോഭൻ എന്താ പ്രശ്നം? അവനേതാണ്ട് ദേഷ്യത്തിലൊന്നും കഴിക്കാതൊക്കെ ഇറങ്ങി പോയല്ലോ. എനിക്കറിയില്ലമ്മ. എനിക്കറിയില്ലെന്നോ? അത് ശരി, അവനുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ മെന്റൽ ടെൻഷനോ ഒക്കെ നീ അല്ലാതെ പിന്നെ ആരറിയണമെന്നാ? അമ്മയ്ക്ക് മനസ്സിലാവാത്തതാണോ എനിക്ക് മനസ്സിലാവുന്നത്? ഓഹോ, അമ്മ വെറുതെ ഇതൊന്നും ആലോചിച്ച് ബി പി കൂട്ടാൻ നിൽക്കണ്ട. അമ്മ ഭക്ഷണം കഴിക്കാൻ നോക്കും. എന്ത് ചെയ്യുമെന്ന് പറ, എന്തൊക്കെ കാണാ. ചെയ്യൂന്നാ. ആ, എന്നാ പിന്നെ അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവിടെ പോയില്ലേ? പോവാന്ന് പറഞ്ഞല്ലോ. അല്ലെ, ഒരു പേപ്പർ എടുക്കാണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി വന്നേ. ഓ പോട്ടാ. ഓ ഓ ഓ ശരി. കൊച്ചമ്മ, നമുക്ക് പ്രസവ കുഞ്ഞിനെ ഒരു മാനസിക ആശുപത്രിയിൽ കാണിച്ചാലോ? അയ്യോ, എന്തിന്? അല്ല, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഒന്നും വേണ്ട, അവനിഞ്ഞ് വരട്ടെ, ഞാനിതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എനിക്ക് വിലയുണ്ടോ ഇല്ലേ എന്നുള്ള അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം.
ആളില്ലല്ലോ. അതെ അതെ അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. പൈസ ഒന്നുമില്ല, പോട്ടെ പോട്ടെ. അയ്യോ, എനിക്ക് പൈസ വേണ്ട. ഈ ചന്ദ്രഹാസം അറിയാമോ? അറിയാം, പഴയ മോഹൻലാലിന്റെ സിനിമ. അയ്യോ, അത് ചന്ദ്രോത്സവം. ഇതല്ല. അല്ല, വീട് വീട്. അവിടുത്തെ MD പ്രശോഭിനെ അറിയാമോ? വേറെ ഏതിന് തണ്ടി? തെണ്ടി അല്ല, MD. ആ, അറിയോ? അറിയത്തില്ല. പോട്ടെ പോട്ടെ. ഇവ ഇവിടത്തെ കാരനല്ല. അതെ, ഒന്ന് നിൽക്കണേ. ഈ ചന്ദ്രഹാസം അറിയാമോ? नहीं मालूम, സുഹാസിനി नहीं मालूम, मैं नया आया. ഒത്തിരി ഹിന്ദി. ഒരു മലയാളി തന്നെയും കാണാനില്ല. അതെ, ഈ ചന്ദ്രഹാസം അറിയാമോ? ഡേയ്, നീ കുറെ നേരമല്ലേ ഇവിടെ കിടന്ന് കറങ്ങണത്? ആരുടെ നീ? അയ്യോ, ഞാനൊരു വഴി പോക്കനാ. നീ ഏത് വഴിപാക്കാനായാലും കൊള്ളാം. നീ സുഹാസിനി മേഡത്തിന്റെ കാര്യം ഇവിടെ വന്ന് തിരക്കണ എന്തിനാ? അവരെ വീട്ടിൽ നിന്ന് വല്ല അടിച്ചോണ്ട് പോവാൻ തന്നെ. അയ്യോ, ഞാൻ അവിടുത്തെ ആളാ. സുഹാസിനി മേഡത്തിന്റെ വീട്ടിലെ എല്ലാവരെയും നമുക്കറിയാം. പക്ഷെ ഇതുപോലൊരു സാധനത്തിന് നമുക്കൊരു സംശയം ഉണ്ടല്ലോ. അല്ല, ഞാൻ അവിടുത്തെ മൂത്ത മോനാണ്. മൂത്ത മോനെ? ഇത്രയും ഗതി കെട്ട ഒരു മനുഷ്യനെ ഇതുവരെ വൃത്തിയായിട്ടവൻ അവിടെ കണ്ടിട്ടില്ല. ഇവനെ നമുക്ക് കൊണ്ടുപോവാം അല്ലേ? അവിടെ പോയി തന്നെ ചോദിച്ചു. ഈശ്വര. ആ എടാ മുത്തു, ഓ, നീ വേണ്ട റോഡിലോട്ട് പോകുമ്പോഴേ ഇതിലൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തേരെ. ആ മേശപ്പുറത്ത് വെച്ചാൽ കൊച്ചമ്മ, ഞാൻ പോസ്റ്റ് ചെയ്തേ. വെക്കാം വെക്കാം. ഓ ഓ, മറക്കല്ലേ. ഇല്ല ഇല്ല ഇല്ല. എന്തോടാ കൊണ്ടുവരുന്നേ? എങ്ങോട്ടാ തള്ളി പിടിച്ചോണ്ട് പോണത്? നിങ്ങള് മാഡത്തിനാണ് കാണാൻ. മേഡം അല്ലേ നിൽക്കുന്നത്? ഇല്ലേ? എന്താ? ഇങ്ങോട്ട് തോന്നുന്നില്ലേ? എന്തോ കാര്യം എന്ന് പറ. മാഡം, കുറെ നേരമായി ഇവൻ ജംഗ്ഷനിൽ ഇറങ്ങി കിടന്നിട്ട് മാഡത്തിന്റെ മൂത്ത മോനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അയ്യോ, ഞങ്ങളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ മാഡത്തിനെ കണ്ടുവന്ന് സംസാരിച്ചിട്ട് പോകുന്നതാണ് അതിന്റെ മര്യാദ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ മോന്ന് കാണട്ടെ. മുഖം കാണിച്ചു കൊടുക്കണം. പന്നെ. അത് ശരി, ഇവനായിരുന്നോ? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാന്നേ, നിങ്ങൾ നോക്കിയോ. അയ്യോ, എന്താ അമ്മേ? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ, പ്രശ്നപ്പെട്ട എന്ത് പറ്റി? അത് തന്നെ എല്ലാരും ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. 108 വിളിക്കട്ടാ? ഒന്നും വിളിക്കണ്ട, ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. എന്താടാ നിന്റെ പ്രശ്നം? രാവിലെ ഇവിടുന്ന് തുള്ളിച്ചാടി ദേഷ്യപ്പെട്ട് പോകുന്ന കണ്ടപ്പോ ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. ഈ ഇതിനാണോ നീ പോയത് പുറത്തോട്ട്? എന്താ നിന്റെ പ്രശ്നം? ഈ ചന്ദ്രഹാസം കമ്പനി ഇത്രയും പൊക്കിപ്പെടുത്താൻ വേണ്ടിട്ട് ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു ഐഡന്റിറ്റി കിട്ടിയിട്ടില്ല, അറിയോ? എല്ലാരെയും വിചാരം ഇപ്പോഴും ഞങ്ങൾ അമ്മയുടെ തണലിലാണ് ജീവിക്കണേന്നാണ്. ഇന്നലെ അച്ചാർ കമ്പനി ഉണങ്ങിയ സുരഭിക്ക് വരെ പേരും പെരുമയുണ്ട്. എനിക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കിയതാ. മനസ്സിലായി. വേണ്ടേ, ഈ കോലത്തിൽ നടക്കുന്ന നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഉള്ള വില കൂടെ പോയി കിട്ടത്തില്ലായിരുന്നോടാ മക്കളെ. ഓ, എടാ പ്രശോഭേ, ഈ പേരും പ്രശസ്തിയൊക്കെ നമ്മൾ ചെന്ന് പിടിച്ചു വാങ്ങിക്കേണ്ട കാര്യങ്ങളല്ല. ഓ, കഷ്ടം തന്നെ എന്റെ ദൈവമേ. ഇങ്ങോട്ട് നോക്ക് നീ. നമ്മളെ എവിടെങ്കിലും ചെന്ന് ഒരു മൈക്കൊക്കെ കെട്ടിവെച്ച് കുറെ തോരണമൊക്കെ കിട്ടി 10 പേരെ കൊണ്ട് കൈയടിപ്പിച്ചാലൊന്നും പേരും പ്രശസ്തിയും വരുത്തില്ല മോനെ. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, നിന്നെ ആരാ അറിയാത്തത്? നിന്റെ കമ്പനി ജോലി ചെയ്ത സകല സ്റ്റാഫിന് നിന്നെ അറിഞ്ഞൂടെ? പിന്നെ എന്നെ അന്വേഷിച്ച് വരുന്നവര്. എടാ, അതൊക്കെ എന്റെ സുഹൃത്തുക്കളാടാ, അല്ലാതെ പേരും പ്രശസ്തിയും കണ്ടുകൊണ്ട് വരുന്നൊന്നും അല്ല. അരിയും വാരി തേച്ചുകൊണ്ട് തന്നെത്താൻ നടക്കുന്ന പേരുണ്ടാക്കാന്. എന്താ ഇവിടെ ഇവന്റെ പ്രശ്നം? എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ ഇവനെ പ്രേരിപ്പിച്ച് ഇറക്കി വിടുന്ന ആരാണെന്നൊക്കെ എനിക്ക് അറിയാം. ഇനി മേലാൽ ഇമാതിരി വേണ്ടാത്ത പരിപാടികൾ വല്ല ഇവിടെ കാണിക്കാൻ പദ്ധതി ഇട്ടാല് ചെവുകുറ്റി അടിച്ച് പൊട്ടിക്ക് ഞാൻ.
അകത്തോട്ട്. പരാജയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ സമ്പൂർണ്ണ പരാജയമാണ് കേട്ടോ. എന്താണ് കേറി പോ, പറ അവരോട് പോയി കുളിക്ക് പോ. കേറി പോ. ചെല്ലടി. അത് കണ്ടമാൻ അടി കിട്ടിയതല്ലേ. അയ്യടാ. മുറിവെണ്ണ ചെല്ല്. തിരുമേല കേട്ടാ. കുളിപ്പിച്ച് നേരെ ആക്കാം അവനെ. എന്ത് ചെയ്ത് എന്തോന്നാ ഇത്? എന്റെ പൊന്നു കൊച്ചമ്മ, മാനക്കേടെന്ന് പറഞ്ഞാ മാനക്കേട്. എന്തൊരു കഷ്ടമെന്ന് പറ. ഈശ്വരാ, ഇതൊക്കെ ആരോട് പറയാൻ? അതാ ഇവനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും നമ്മള്? അല്ല കൊച്ചമ്മ, പ്രശസ്തിക്കായിരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ കവിത ചൊല്ലാൻ വന്നാ പോരായിരുന്നാ? എന്തോന്ന് അല്ല. അല്ല എന്നിട്ട് വേണം അവന് കല്ലേറ് കൂടെ കിട്ടാൻ. അത് അടുത്ത വട്ട കവിത. ഈശ്വര, ഈ വട്ടന്മാരുടെ ഇടയിലാണ് ഞാനിങ്ങനെ കഴിയുന്നത്. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പ.